തിന്മ ചെയ്യുന്ന ശരീരത്തിൽ മനസ്സിൽ അല്ലാഹു വിഷമം കൊടുക്കും. തിന്മ ഒരു മനുഷ്യന്റെ സമാധാനത്തെ കാർന്നു തിന്നുകയാണ്. ഒരിക്കലും മനുഷ്യന്റെ സമാധാനം കിട്ടില്ല. മഹാനായ മജ്മുഅ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ദിവസം തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ കയറി ഇങ്ങനെ നോക്കുമ്പോ ഫവഖഅ ബസറുഹു അല ഇംറഅ, നോക്കുന്ന സമയത്ത് തന്റെ കണ്ണൊരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് കണ്ണുപോയി. ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ ചെയ്ത ശപഥം ഫജഅല അലാ നഫ്സിഹി അല്ലാ യർഫഅ റഅസഹു ഇല അസ്സമാ മാദാമ ഫിദ് ദുനിയ, ഇനി ലോകത്തിലുള്ള കാലത്തോളം ഇനി ഞാൻ ആകാശത്തേക്ക് കണ്ണുയർത്തില്ല എന്ന് പറഞ്ഞ മഹാനായ മജ്മുഅ റളിയല്ലാഹു അൻഹു. മഹാനായ ഗസ്വാൻ റഹിമഹുല്ലാ, അവരുടെ കൂട്ടുകാരൻ അബൂ മൂസ റഹിമഹുല്ലാ യുദ്ധത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പെണ്ണിന്റെ വസ്ത്രത്തിൽ നിന്ന് ഒരൽപ്പം വസ്ത്രം നീങ്ങിപ്പോയത്. ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കണ്ണുപാഞ്ഞു. ഗസ്വാൻ റഹിമഹുല്ലയുടെ കണ്ണുപോയി. ഉടനെ തന്നെ കൈയെടുത്ത് കണ്ണിനടിയാണ്. ഇന്നകി ലലഹാദത്തുൻ അലാ മാ യദുറുക, കണ്ണിനടിച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. പറഞ്ഞു, ശരീരമേ, നിനക്ക് ഉപകാരമില്ലാത്തതിലേക്ക് നോക്കി കണ്ണിനെ നശിപ്പിക്കുകയാണോ? എന്റെ സഹോദര, അരുതാത്തത് കാണുന്ന നമ്മുടെ സ്ക്രീനിലേക്ക്, നമ്മുടെ മൊബൈൽ ഫോണിലേക്ക്, നമ്മുടെ ലാപ്ടോപ്പിലേക്ക്, നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് നമ്മുടെ കണ്ണുകൾ പാഞ്ഞതിന് പകരം നമ്മുടെ മുഖത്ത് കണ്ണുപോയിട്ട് എന്തെങ്കിലും ബാക്കി വെക്കാൻ പറ്റുമോ? ഈ മഹാന്മാരുടെ പാത പിൻപറ്റി കഴിഞ്ഞാൽ ഒരൊറ്റ നോട്ടം. അങ്ങനെ ഒരു നോട്ടം നോക്കിയപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിലെ മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അയദ്ഖുലു അലൈനാ അഹദുകും വഫീ ഐനൈഹി അസറു സിനാ, വ്യഭിചാരത്തിന്റെ അടയാളം കണ്ണിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് തൗബ ചെയ്യാതെ വരികയാണോ എന്നൊരു ചോദ്യം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് ചോദിച്ചു. എന്താ ചോദ്യം? അയദ്ഖുലു അലൈനാ അഹദുകും വഫീ ഐനൈഹി അസറു സിനാ, നമ്മുടെ സദസ്സിലേക്ക് ഇങ്ങനെ വരികയാണോ കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളമുണ്ടല്ലോ? മദീനത്തെ പള്ളിയിലേക്ക് വരുമ്പോ ഉംറക്ക് പോയവരെന്ന് ആലോചിക്കും. മക്കയിലൂടെയോ മദീനയിലൂടെയോ നടക്കുമ്പോ പെണ്ണുങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അന്യ ആണുങ്ങളെ കാണാൻ, ആണുങ്ങൾക്ക് അന്യ പെണ്ണുങ്ങളെ കാണാൻ കണ്ണുകൾക്ക് അവസരമുണ്ടാകുമ്പോ, അങ്ങനെ ഒരു അങ്ങാടിയിലെ യാത്രയെ കുറിച്ചല്ല ഈ സുഹാബിയുടെ പ്രശ്നം. മദീന പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് ഏതോ ഒരു പെണ്ണ്, എങ്ങോട്ടോ പോകുന്ന പെണ്ണിന്റെ കാലിലെ പാദസരം ഒരു കാറ്റടിച്ചു വീശിയപ്പോൾ അങ്ങ് പൊങ്ങിയപ്പോ കാലിന്റെ പാദസരത്തിലേക്ക് നോക്കിയ കണ്ണുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് വന്നപ്പോഴാണ് അയദ്ഖുലു അലൈനാ അഹദുകും വഫീ ഐനൈഹി അസറു സിനാ, കണ്ണിൽ വ്യഭിചാരം കൊണ്ട് നടന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് വരാൻ നിങ്ങൾക്ക് ധൈര്യമോ? സ്വഹാബി അങ്ങോട്ട് പറഞ്ഞു, അവഹയൻ ബഅദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു പോയതിന് ശേഷം ആകാശ ലോകത്ത് നിന്ന് വിവരങ്ങൾ കൊണ്ടുവരുന്ന ജിബ്രീൽ എന്ന മലക്ക് ഇനിയും വഹി കൊണ്ടുവരുന്നുണ്ടോ? എവിടെയോ അങ്ങാടിയിൽ നടന്നൊരു കഥ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നിങ്ങൾ എങ്ങനെയാണ് മിമ്പറിൽ നിന്നത് കണ്ടുപോയത്? ഉസ്മാൻ തങ്ങളുടെ മറുപടി, ഇത് വഹിയല്ല, ഇത് ദിവ്യബോധനമല്ല, വലാകിൻ ഇത് ഫിറാസത്തുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ നോട്ടമാണ്. ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, മുഅ്മിനായ മനുഷ്യന്റെ കണ്ണിന്റെ നോട്ടം നിങ്ങൾ സൂക്ഷിക്കണേ, അവൻ നോക്കുന്നത് അല്ലാഹു നൽകുന്ന പ്രകാശം കൊണ്ടാണ്. നമ്മുടെ മുഖത്തിൽ കണ്ണിനൊക്കെ എങ്ങനെ നമ്മൾ കൊണ്ടുനടക്കാം? ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും, ഒരു ദിവസം നമ്മുടെ കണ്ണുകൾ ചെയ്തു കൂട്ടിയ തിന്മകൾ നോക്കിക്കണ്ടാൽ നമുക്ക് കണ്ണ് വെക്കാനുള്ള അവകാശമുണ്ടോ? നമ്മൾ കേൾക്കുന്ന മോശപ്പെട്ട വാക്കുകളും മോശപ്പെട്ടതും ചിന്തകൾ, മോശപ്പെടുത്തുന്ന ചിന്തകൾ ഉണ്ടാക്കുന്ന സംസാരങ്ങൾ നമ്മുടെ കാതുകൾ കേട്ടുകഴിഞ്ഞതിൽ പിന്നെ കേൾക്കാനുള്ള അല്ലാഹു നൽകിയ നമ്മുടെ സെൻസ് ഓഫ് ഹിയറിംഗ്, നമ്മുടെ ഹിയറിംഗ് ഫാക്കൽറ്റി, ഇത് നമുക്ക് കൊണ്ടു നടക്കാൻ വല്ല മോറൽ അവകാശവുമുണ്ടോ? ചിന്തിച്ചു നോക്കി. ഒരൊറ്റ നോട്ടത്തിനാ മഹാനായ ഗസ്വാൻ റഹിമഹുല്ലാ കണ്ണങ്ങടിച്ചു പൊട്ടിച്ചത്. ഒരൊറ്റ നോട്ടത്തിന് വിചാരണ ചെയ്യാൻ മഹത്തുക്കളിൽപ്പെട്ട ഒരു മഹാനുഭാവൻ ഒരു പെണ്ണിനെ കാണാനിടയായപ്പോ നോക്കി കഴിഞ്ഞപ്പോൾ ഉടനെ തീരുമാനമെടുത്തതാണ്, എന്റെ ശരീരമേ,
അള്ളാഹു നോക്കരുതെന്ന് പറഞ്ഞ, അള്ളാഹു കാണരുതെന്ന് പറഞ്ഞ, അള്ളാഹു സംസാരിക്കരുതെന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ നീ നോക്കി ആസ്വദിച്ചതിന്റെ പേരിൽ ഇനി മരണം വരെ തണുത്ത വെള്ളം കുടിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. അതിൽ പിന്നെ തണുത്ത വെള്ളം അദ്ദേഹം കുടിച്ചിട്ടില്ലത്രേ, ചുടുവെള്ളം കുടിപ്പിച്ച് ശരീരത്തെ ശിക്ഷിക്കുകയായിരുന്നു മഹാനവറുകൾ. എന്റെ ചെറുപ്പക്കാരാലോചിച്ചു നോക്കി, എത്രയാ നമ്മുടെ കണ്ണിനെ നശിപ്പിച്ചത്. വിചാരണ ചെയ്യുന്നവർ തിന്മകൾക്ക് മാത്രമല്ല വിചാരണ, ഏതെങ്കിലും അനാവശ്യമായൊരു ചോദ്യം ചോദിച്ചു പോയതിൽ പിന്നെ വിചാരണ ചെയ്തവർ ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും വിചാരണ ചെയ്യുന്നവനാണ് മുസ്ലിം. അവന്റെ ഒരു ദിവസം കടന്നു പോകുന്നത് കൃത്യമാണ്, അതിന് വിലയുണ്ട്, സെക്കൻഡുകൾക്ക് വിലയുണ്ട്. അവിടെ ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റഹിമഹുല്ലാഹ് വഴിയിലൂടെ നടക്കുമ്പോ ഒരു വീട് കണ്ടപ്പോ ചോദിച്ചു, ഈ വീട് ഉണ്ടാക്കിയിട്ട് എത്ര കാലമായിട്ടുണ്ട്? മിമ്മതാ ബുനിയ ഹാദാ, എത്ര കാലമായി ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിട്ട്? ഒരു ചോദ്യം. നമ്മളിത് പറയുമ്പോ ഉടച്ചോനെ ഇതൊക്കെ എന്താ, ഒന്നുമല്ല എന്ന് വിചാരിക്കുന്ന സംഗതികളല്ലേ എന്ന് ചിന്തിച്ചു പോകും. വെറുതെ ചോദിച്ചു. നമ്മളൊക്കെ ചോദിക്കൂലേ എത്ര കാലമായി ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിട്ട്? ഇത് എന്നെടുത്ത ബിൽഡിംഗ് ആണ്. വെറുതെ ചോദിച്ചു. എന്നിട്ട് ശരീരത്തോട് മുന്നിരിഞ്ഞുകൊണ്ട് ശരീരത്തോട് ചോദിച്ചു, തസ്അലീന അമ്മാ ലാ യഅനീക്, നിനക്ക് ആവശ്യമില്ലാത്തത് നീ ചോദിച്ചുവല്ലേ ശരീരമേ? ആവശ്യമില്ലാത്തത് ചോദിച്ചില്ലേ? അത് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് എന്നെടുത്തോട്ടെ, എത്ര കാലം മുമ്പ് എടുത്തോട്ടെ, നിനക്കെന്ത് കാര്യം ശരീരമേ? നീ ആ ചോദിച്ചത് വെറുതെയാണല്ലോ, നിനക്കെന്ത് ഉപകാരം അതുകൊണ്ട്? തസ്അലീന അമ്മാ ലാ യഅനീക് ലൗ ആഖിബന്നകി ബിസൗമി സന, ഇതിന് പകരം നിനക്ക് സുന്നത്ത് നോമ്പ് ഒരു വർഷം മുഴുവനും നീ നോറ്റേ പറ്റൂ എന്ന് ഒരൊറ്റ ചോദ്യത്തിന് പകരം ഒരു വർഷം നോമ്പെടുപ്പിച്ച മഹാനാണ് ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റഹിമഹുല്ലാഹ്. ഇപ്പൊ എന്താ നമ്മൾ പറയാ? ഇവരൊക്കെയാ വലിയ ഈ ദീനിന്റെ മഹത്തുക്കൾ, ഇവരൊക്കെയാണ് കാണിച്ചു തന്ന ആ മഹാപാതകൾ. നമ്മൾ പറയുന്ന വർത്തമാനത്തിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാണ്. വിചാരണ ചെയ്യണം. അനാവശ്യമായി ചോദിച്ചതുപോലും തെറ്റായി പോയി.